ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ GTA 5 കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാറുകളൊക്കെ നൈസായിട്ട് അവന്മാർ പറ്റിച്ചെടുക്കാൻ പോവാണ്. അതായത് നമുക്ക് കുറച്ച് അവന്മാരുണ്ട്, അവന്മാരിലൊക്കെ കുറച്ച് ലക്ഷറി ആയിട്ടുള്ള കാർസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ നൈസായിട്ട് തട്ടിയെടുക്കും. അതെന്താ സംഭവം എന്നെല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിന് മുന്നേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ ഓരോരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇങ്ങനത്തെ നമ്മുടെ ചാനലിലോട്ട് കയറി വരാൻ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് എന്താ പറയുക ഒരു ശുഷ്കാന്തി വരത്തുള്ളൂ വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, നമ്മൾ ഏതോ ഒരു കാട്ടിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ കുറേ ട്രക്സും കാര്യങ്ങളും ഒക്കെ നൈസായിട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മളൊരു മാസ്ക് ഒത്തിരി വാങ്ങിച്ചിട്ട് നമ്മൾ കുറച്ച് മെഷീൻസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തായിരുന്നു. നമ്മൾ ചെറിയ ചെറിയ മെഷീനായിട്ടായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. മാസ്ക് വാങ്ങുന്നതും ട്രക്ക് വാങ്ങുന്നതും പോയിട്ട് നമ്മൾ ട്രക്ക് എടുത്തുകൊണ്ട് വരുമായിരുന്നു നൈസായിട്ട്. അങ്ങനെ ട്രക്ക് എടുത്തുകൊണ്ട് വരുന്നതെല്ലാം നമ്മൾ ചെറിയ ചെറിയ മെഷീനായിട്ടായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ വലിയ മെഷീൻ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അത് കാണാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ കയറി നോക്കുക. എന്നിട്ട് അതിനകത്ത് കാണാൻ ഗൈസ് ഇഷ്ടം പോലെ നമ്മൾ GTA 5 വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന് മുന്നേ ഫോർസ ഹൊറൈസൺ 4 കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോരോ വണ്ടി പണിയുന്നതും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തതുണ്ട്, ഉറപ്പായിട്ടും പോയി കണ്ടു നോക്കുക ഗൈസ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും ഒക്കെ തോന്നുള്ളൂ. പിന്നെ എന്താ പറയുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നമുക്ക് വണ്ടി അങ്ങോട്ട് ഓടിക്കാം ഗൈസ്. നമ്മൾ ഡ്രൈവിംഗ് സ്കില്ലൊക്കെ നമ്മൾ കൂടിയിട്ടുണ്ട്. അതായത് 100-ൽ ഏകദേശം 80% കാരണം അത്രയും പൊളപ്പനായിട്ടാണ് നമ്മൾ ആ ഒരു മലയിൽ കൂടെ ഒക്കെ വന്നത്. ആ ഒരു ബൈക്ക് വന്ന വരവ് ഉണ്ടായിരുന്നു ഗൈസ്. അത്ര സ്പീഡിൽ നല്ല പവറിൽ അടിച്ച് കയറി വന്നത്. നമുക്കിപ്പോൾ നേരെ നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന, അതായത് നമ്മുടെ മിഷൻ നടക്കുന്ന ഏരിയയിലോട്ട് പോവാം. എന്തായാലും ഗൈസ് ഒത്തിരി ദൂരമൊക്കെ ഉണ്ട്, അതൊക്കെ കട്ട് ചെയ്ത് വിടാം ഗൈസ്. നമ്മൾ നൈസായിട്ട് ബൈക്കൊക്കെ മാറ്റി കാറൊന്നും ആക്കിയായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇച്ചിരി വരുമ്പോൾ ഇച്ചിരി ലക്ഷറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ നൈസായിട്ട് അവിടെ കിടന്നിട്ട് കാറ് തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ട്, അതായത് ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ചെടുത്തിട്ടാണ് നമ്മൾ വണ്ടിയൊക്കെ ഓണാക്കി എടുത്തത്. അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇവരറിയാൻ പോകുന്നില്ല. നമ്മളെന്തായാലും വണ്ടിയൊക്കെ എടുത്ത് ഇച്ചിരി ലക്ഷറി ആയിട്ട് നൈസായിട്ട് സ്ലോ മോഷൻ എൻട്രിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം ഇവരെന്തോ തമ്മിൽ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, അതൊന്നും നമുക്കറിയണ്ട ഗൈസ്. അപ്പം ഇവർ ഈ മിഷീനെ പറ്റിയൊക്കെ ആയിരിക്കും എന്തായാലും സംസാരിക്കുന്നത്. നോക്കുന്നപ്പോൾ നമ്മുടെ മിഷൻ അങ്ങോട്ട് എടുക്കുക, അല്ലെങ്കിൽ വീണ്ടും 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 ലാഗ് ആയിക്കൊണ്ടേ ഇരിക്കും ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മുടെ മൈക്കിളും മറ്റേ മച്ചാനോടെ വണ്ടി കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി മാത്രമേ ഇവിടെ നിൽപ്പുള്ളൂ. അപ്പം ഇവനോട് എന്തോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് വേറെ പരിപാടിയുണ്ട് ഗൈസ്. ഇവനാണ് നമ്മൾ കഴിഞ്ഞ മെഷീനകത്ത് ഒരു പേപ്പർ കൊണ്ട് കൊടുത്ത്, അതിൻ്റെ യുദ്ധം ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ഇതേ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞേക്കുന്നത് പെട്രോൾ പമ്പിലോട്ട് പോകാനാണ്. നമുക്ക് എന്തായാലും നേരെ പെട്രോൾ പമ്പിലോട്ട് പോകാം. ഇനി അവിടെ എന്തോ വള്ളിയെന്ന് അറിയത്തില്ല. അപ്പോൾ നമുക്ക് നേരെ പെട്രോൾ പമ്പിലോട്ട് പോവാം ഗൈസ്. ഈ കിളവൻ തരുന്ന എല്ലാം ഇതുപോലത്തെ തൊലിഞ്ഞ പണിയാണ് ഗൈസ്. സത്യം പറയാമല്ലോ, ഓരോ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയങ്ങ് ചൂടാകും. ഓരോരോ മെഷീനാണ്. നമ്മളെന്തായാലും ഈ ഒരു മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എനിക്കൊന്ന് അടിപൊളിയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ കാറൊക്കെ നൈസായിട്ട് തട്ടിയെടുക്കുന്നതെന്ന് തന്നെ പറയാം ഗൈസ്. നമ്മൾ കുറേ കള്ളത്തരങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചടുത്ത് തന്നെയാണ് ഗൈസ്. നമ്മൾ മൈക്കിളിനെ ഡയൽ ചെയ്യുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ, നോക്കാം ഗൈസ്. എന്തായാലും കാര്യം കാണും ഗൈസ്. നമ്മൾ ആ ഒരു കാറ് എന്താ പറയുക എടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണും. അപ്പം അതൊക്കെ വേണം നോക്കാൻ. അതൊക്കെ നോക്കാൻ മൈക്കിളിനെയാണെന്ന് തോന്നുന്നു കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഇതിനെല്ലാം എനിക്ക് തോന്നുന്നു ഇവർ കാണിക്കുന്ന എല്ലാത്തിനകത്ത് മൈക്കിളാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ മെയിനായിട്ടുള്ള അടുത്ത്. അതെന്തോ ആയിക്കോട്ടെ, നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഇതേ ഗൈസ് ഇവിടെയാണ് സംഭവം. നമ്മുടെ വണ്ടി ഫുള്ള് പോയിട്ടുണ്ടല്ലോ ഗൈസ്. ഇവിടെ നിന്ന് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യാം. നമ്മൾ റിപ്പയർ ചെയ്തിട്ടാണ് വണ്ടി അങ്ങോട്ട് എടുക്കുന്നത്. കാരണം വൃത്തിക്കും എനിക്കും വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ ഗൈസ്, നമ്മളിതേ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ ഉള്ളത്, ഇവിടെ ഒന്നും ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, നമ്മൾ പെട്രോൾ അടിക്കാൻ സെക്കൻഡോട് വന്നിട്ടുണ്ട്.
ദേ ആ കാറ്. അതായത് ഗൈസ്, ഈ ഒരു കാറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതായത് ഇവന്മാരുടെ ഈ 2 വണ്ടി ഉണ്ടല്ലോ, ഈ 2 വണ്ടി നമുക്ക് വേണം. അവന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വെച്ച് പിടിക്കേണ്ട വരും ഗൈസ്. ആര് പറഞ്ഞ റേസ് ദ കാർസ് എന്നാണ്. എങ്ങനെ റേസ് ചെയ്യാനാണ്? നമ്മുടെ ഈ വണ്ടിയൊന്നും പോരാ. അവന്മാരെന്ന് വെച്ചിട്ട് വേഗം 100 തോന്നുന്നു. 100 കഴിഞ്ഞാണോ അവന്മാരെയൊക്കെ? നമ്മളൊക്കെ എന്ന് പോകാനാണ് ഗൈസ്. അല്ലെങ്കിൽ പിന്നെ റോഡിന് അത്രയും തിരക്കുണ്ടെങ്കിലേ നൈസായിട്ടൊക്കെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് പിടിച്ച് നിന്നു. അവന്മാർ പോയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ അവന്മാരെ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. നല്ല ബുദ്ധിമുട്ടാണ്. നമുക്ക് ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്ത്, അതായത് നമ്മുടെ ഫ്രാങ്കിളിൻ്റെ പവറല്ലേ, ക്യാരക്ടർ പവർ, അത് യൂസ് ചെയ്ത് തന്നെ ഓടിക്കേണ്ടി വരും. പക്ഷേ ഈ പവർ ചില സമയത്ത് യൂസ്ഫുള്ളും ചില സമയത്ത് നമുക്കൂടുള്ള വള്ളി ഒപ്പിച്ച് തരും. അതായത് ഈ നമ്മൾ ക്യാപ്സ് ലോക്ക് യൂസ് ചെയ്തിട്ട് വേഗം വിട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് വണ്ടി തെറിച്ചങ്ങ് പോകും ഗൈസ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഗൈസ്. അന്യായ റേസാണ് കേട്ടോ, അന്യായ റേസാണ്. അവന്മാരും ഒന്നും വിട്ടു തരുന്നില്ല, നമ്മളും ഒന്നും വിട്ടു കൊടുക്കുന്നില്ല. അത്ര റേസാണ്. നമ്മുടെ വണ്ടിക്ക് കുറച്ചുകൂടെ പവർ ഉണ്ടായിരുന്ന അവന്മാരെ പിടിച്ചേനെ. പക്ഷേ കാര്യമില്ല, ഈ തൊഴിഞ്ഞ വണ്ടി എടുത്തുകൊണ്ട് വരേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. വേറെ വല്ല വണ്ടി ഇടിച്ചു പൊട്ടിച്ച് അതെടുത്തുകൊണ്ട് വന്നു. പക്ഷേ ഗൈസ്, അങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു വണ്ടി തന്നെ പറ്റത്തുള്ളൂ ഉറപ്പായിട്ടും. കാരണം പുള്ളി പറഞ്ഞത് ഈ വണ്ടി കയറാനാണ്. ഈ വണ്ടി കയറിയാലേ കാര്യം നടക്കത്തുള്ളൂ. അല്ല വേറെ വണ്ടിയൊന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല ഗൈസ്. അപ്പോൾ നമ്മൾ എന്തായാലും അവനെ പിടിക്കാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇഞ്ച് പോരാടാണ്. കണ്ടോ, ഇഞ്ച് പോരാടാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റും. പക്ഷെ വണ്ടി അങ്ങോട്ട് കയറുന്നില്ല ഗൈസ്. കൈ പുള്ളി ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ട്. വണ്ടി അങ്ങോട്ട് കയറുന്നേ ഇല്ല. അവനെ ഒന്ന് സൈഡ് ഗൈസ് കിട്ടി. ഒരുത്തനെ കിട്ടി കേട്ടോ, ഒരുത്തനെ നല്ല ഷോട്ട് കിട്ടിയിട്ടുണ്ട്. മറ്റവൻ അങ്ങ് പോകാറായി. നമ്മളപ്പോൾ ഇവനെ നോക്കിയിട്ട് കാര്യമില്ല, മറ്റവൻ അങ്ങ് പോകാറായി ഗൈസ്. അപ്പോൾ അവനെയും കൂടെ നോക്കണം, അവനെ നമുക്ക് വേണം. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. 2 പേരെയും വേണം. അവൻ ഇനി എന്തോ അവനങ്ങ് പോയെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ മൈക്കിളിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ കോളിലാണ് ഗൈസ് ഉള്ളത്. ഓക്കെ, നമ്മുടെ മൈക്കിളും മറ്റേ മച്ചാനും കൂടെ വേണ്ട പോലീസുകാരുടെ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ നിൽപ്പുണ്ട്. ഒരു സീനും ഇല്ല. അതുകൊണ്ട് അവന്മാർ പോകുന്നു. ഇതേ നമ്മൾ മൈക്കിലോട്ടായിട്ടുണ്ട് വ്യൂ. ഇനി നമ്മളാണ് പോലീസുകാരുടെ വണ്ടി ഓടിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അവന്മാരുടെ അടുത്തോട്ട് പോയി വെച്ച് പിടിക്കാം ഗൈസ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. അവന്മാരാണെങ്കിൽ മുട്ടിഞ്ഞ പോക്കാണ് പോകുന്നത്. മുട്ടിഞ്ഞ പോക്ക് കാണുന്ന പോലും ഇല്ല. അതുകൊണ്ട് അങ്ങ് പോകുന്നു ഗൈസ്. ഒരുത്തൻ അപ്പുറത്തെ സൈഡിൽ കൂടെ, ഒരുത്തൻ ഇപ്പുറത്തെ സൈഡിൽ കൂടെ. പിന്നെ എനിക്കൊന്ന് ഈ തവണ നമ്മുടെ സൈഡിൽ കൂടെ ഫ്രാങ്കിളിനുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷെ അവൻ നല്ല പോക്കാണ് കേട്ടോ. അവനെ ഒന്നും കാണാൻ പോലും പറ്റുന്നില്ല. നല്ല സ്പീഡാണ് ഗൈസ്. നമ്മൾ വെച്ച് പിടിക്കുന്നുണ്ട്, എന്നിട്ട് പോലും അവനെ കിട്ടുന്നില്ല. അതുകൊണ്ട് അവന്മാരവിടെ പോകുന്നു. എത്ര നേരമായിട്ട് നമ്മൾ പിടിക്കുകയെന്നറിയാമോ? നമ്മളിപ്പോൾ തന്നെ കുറേ നേരമായി. നമ്മൾ അവന്മാരെ പുറകെ പോവുകയാണ് ഗൈസ്. പുറകെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവന്മാരെ കിട്ടുന്നേ ഇല്ല. അവന്മാരിട്ട് വണ്ടി നിർത്തി തരുന്നില്ല ഗൈസ്. അതാണ് മെയിൻ പ്രശ്നം. ആ ഫ്രാങ്ക്ലിൻ പോലും വണ്ടി നിർത്തി തരുന്നില്ല. ജസ്റ്റ് ചുമ്മാതെയില്ല. അവന്മാരെല്ലാം കാണിക്കാൻ വണ്ടി നിർത്തി തരണ്ടേ, ഇവൻ അതും തരുന്നില്ല ഗൈസ്. അവന്മാരാണെങ്കിൽ വിട്ടു പോവാണ്. നമ്മൾ വിടുമോ? നമ്മൾ സൈഡിൽ കൂടെ കോർണറൊക്കെ ചെയ്ത് നല്ല പവർഫുള്ളായിട്ട് വരികയാണ് ഗൈസ്. അതുകൊണ്ട് അവന്മാർ പോകുന്നു ഗൈസ്. പക്ഷേ എനിക്ക് ഇവന്മാരുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളും സംഭവമൊക്കെ അറിയാമല്ലോ. ഇനി പിന്നെന്ത് പ്രശ്നം? പിന്നെ ഇവന്മാർ എത്ര ഓടിച്ചിട്ട് കാര്യം എന്തുവാ ഗൈസ്? എനിക്കറിയാത്ത ഈ വണ്ടി നമുക്കിനി എന്തിനാണ് എനിക്കറിയാത്ത അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈ വണ്ടി ഇനി നമുക്ക് എന്തിനാ ഗൈസ്? ഓക്കെ, അവന്മാർ ഇതേ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. നമ്മളോടാണോ കളി? നമ്മൾ വണ്ടി അങ്ങോട്ട് നിർത്തി, വണ്ടിയിൽ അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ ഫ്രാങ്ക്ലിൻ വണ്ടി കൊണ്ട് ഇപ്പോൾ ഉണ്ട്. അവനോട് എന്തോ തരം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മച്ചാന്മാർ 2 പേരും 2 വണ്ടിയിൽ ഗൈസ്. ഇവിടെ ഒരുത്തൻ വലിയ ആറ്റിറ്റ്യൂഡിലും ഭയങ്കര ഇതിലൊക്കെയാണ് നിൽക്കുന്നത്. എന്താണെന്നൊക്കെ ആർക്കറിയാം. അവനൊക്കെ എന്തോ ആറ്റിറ്റ്യൂഡാ ഗൈസ്. അടുത്തവൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ തപ്പി ഇവൻ എപ്പോഴും എങ്ങനെ കേട്ടോ, ഇവൻ വേറെയാ. അവൻ തപ്പി വേറെ പലയിടത്തും ഒക്കെ തപ്പി ഗൈസ്. അതുകൊണ്ട് അവൻ ക്യാഷൊക്കെ തന്നു. അവനൊക്കെ എടുത്ത് ഇറക്കി അങ്ങ് വിട്ട് ഗൈസ്. പിന്നില്ല, തോന്നിയ സ്ഥലമാണ് ഞാൻ കാണിച്ചത്. ഓക്കെ, നമുക്ക് തന്നെ വണ്ടി കിട്ടുന്നുണ്ട് ഗൈസ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഷിഫ്റ്റ് ചെയ്യാനൊക്കെയാണ്. നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം ഗൈസ്.
ഇപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ ഫ്ലാങ്കിലാക്കിയിട്ടുണ്ട്. ഇതേ ഇവൻ്റെ ഈ തൊലിഞ്ഞ വണ്ടി എനിക്കതാ ഇഷ്ടമില്ലാത്ത. എനിക്കിപ്പോൾ അവന്മാരെ ആക്കാൻ പറ്റുന്നുമില്ല. മര്യാദയ്ക്ക് മറ്റവനെ ആക്കിയാൽ മതിയായിരുന്നു. ഇത് ചേഞ്ച് ചെയ്യാനും പറ്റുന്നില്ല ഗൈസ്. ദേവന്മാർ പോന്നു മറ്റവൻ്റെ വണ്ടി മൈക്കിൾ ഓടിക്കുന്ന വണ്ടി തന്നെ. ഈ സുമാരെയൊക്കെ നമുക്ക് അടിച്ച് കളയാം സ്മൂത്തായിട്ട്. പിന്നെ അവന്മാരോടൊക്കെ പോകാൻ പറ. അവന്മാരൊക്കെ ഈയിടെ ഇല്ല വന്നേ. നമ്മളല്ലേ ഇത്ര നേരമായിട്ട് അവന്മാരെ വിടാതെ പിടിച്ച് പൊക്കോണ്ടിരുന്നത്. എന്നിട്ടല്ലേ ഇവന്മാർക്ക് കിട്ടിയേ. പിന്നെ അപ്പോൾ നമ്മളല്ലേ കില്ലാടികൾ ഗൈസ്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ അവർ പറഞ്ഞേക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് അത്രയും കവർ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ട് തീരുന്നില്ല. ലാസ്റ്റ് ഒരു പോയിന്റ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അവിടെ പോയിട്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറിയാം ഗൈസ് അവിടെ എന്താ സംഭവം എന്നൊക്കെ. അപ്പം ഗൈസ് നമ്മുടെ മെഷീൻ ഏകദേശം തീരായിട്ടുണ്ട്. മറ്റേ 2 വണ്ടി നമ്മൾ നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പോലീസിൻ്റെ ഡ്രസ്സും വണ്ടിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ശരിക്കും പോലീസും തേങ്ങയൊന്നും അല്ല. 2 വണ്ടി അവന്മാരെ മുറ്റത്ത് കൊണ്ടിട്ടിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ മിഷൻ ഇത്രേ ഉള്ളൂ ഗൈസ്. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ വീണ്ടും നമുക്ക് അടുത്തടുത്ത വീഡിയോ ഇടാൻ പറ്റത്തുള്ളൂ ഗൈസ്. പിന്നെ നമുക്ക് അടുത്ത മിഷനല്ല, അതിൻ്റെ അടുത്ത മിഷനെ വരുന്നതിന് മുന്നേ നമുക്ക് ചിലപ്പോൾ വേറെ ഒരു ഗെയിമും കൊണ്ട് ഞാൻ വരുന്നത്. ചിലപ്പോൾ നല്ല ഗൈസ് ഉറപ്പായിട്ട് നമ്മൾ വേറൊരു ഗെയിമും കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ അത് കളിക്കുന്ന സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്തിട്ട് നമുക്കെല്ലാം നോക്കാം. അതിൽ എന്തൊക്കെയാണ് സംഭവം, എന്താ സംഭവം എന്നൊക്കെ നോക്കാം. അപ്പം നോക്കാം. അപ്പോൾ ഗൈസ് ഓക്കെ, ബൈ.